പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാൽ ശനിയുടെ മാറ്റമാകുന്നു. വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മാറ്റമാകുന്നു ശനിയുടെ മാറ്റം. എന്തെന്നാൽ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ ശനി 2.5 വർഷം എടുക്കുന്നു. ഏറ്റവും വലിയ കാലമാണ് ശനീശ്വരൻ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കാൻ എടുക്കുന്നത് 2.5 വർഷം. മറ്റൊരു ഗ്രഹങ്ങളും അത്ര വർഷം എടുക്കുന്നില്ല. രാഹുകേതുക്കൾ 1.5 വർഷവും വ്യാഴം 1 വർഷവും മറ്റ് ഗ്രഹങ്ങളൊക്കെ 30 മുതൽ 45 ദിവസം വരെയാണ്. അതിനാലാണ് ശനിയുടെ ചാരവശാലുള്ള പ്രാധാന്യം ഇത്രയധികം പ്രാധാന്യത്തോടുകൂടി ജ്യോതിഷികൾ അവതരിപ്പിക്കുന്നത്. കാരണം ശനിയുടെ കാരകധർമ്മങ്ങൾ നിങ്ങൾക്കറിയാം. മരണം, രോഗങ്ങൾ, ക്ലേശങ്ങൾ, അപവാദങ്ങൾ, ദാരിദ്ര്യം, ദുഃഖം, അപമാനങ്ങൾ, ഇതൊക്കെ ശനി ഉണ്ടാക്കുന്ന ദോഷങ്ങളാകുന്നു. അതിനാൽ പലപ്പോഴും ജനങ്ങൾ ശനിയെ വളരെ ഭയാശങ്കകളോടെ കാണുന്നു. അതിനിടയിലാണ് കണ്ടകശനി, 7.5 ശനി, അഷ്ടമശനി മുതലായ എല്ലാ പ്രയാസങ്ങളും ശനി ഉണ്ടാക്കുന്നത്. അതിനാൽ ശനിയുടെ മാറ്റം ജ്യോതിഷത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നു. ഇവിടെ ശനി മാറുന്നത് 1200 മീനമാസം 15-ാം തീയതി, അതായത് 2025 മാർച്ച് മാസം 29-ാം തീയതി രാത്രി 9 മണിയോടുകൂടെയാണ് ശനിയുടെ മാറ്റം. ഈ മാറ്റം മേടരാശി മുതൽ 12 രാശിക്കാർക്കും, മീനൻ രാശി വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരമാണെന്നാണ് നാം ചിന്തിക്കേണ്ടത്. ശനി ഏതെല്ലാം രാശിക്കാർക്ക് ശുഭത്വത്തോടുകൂടി വർത്തിക്കുന്നു അഥവാ അശുഭങ്ങൾ ഉണ്ടാക്കുന്നു, ഈ ഒരു ചിന്തയാണ് നാം ഈ ശനിയുടെ ചാരവശാലുള്ള മാറ്റത്തിലൂടെ പ്രതിപാദിക്കുന്നത്. അതിനാൽ മേടം മുതൽ 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് എപ്രകാരമാണ്, ആർക്കൊക്കെയാണ് കണ്ടകശനി, 7.5 ശനി, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാം. പ്രിയമുള്ള പ്രേക്ഷകർക്ക് വീണ്ടും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു മിഥുനൻ രാശിക്കാരുടെ ചാരവശാലുള്ള ശനിയുടെ മാറ്റം എപ്രകാരം ഗുണാഗുണങ്ങളെ പ്രദാനം ചെയ്യുമെന്ന വിഷയമാണ്. മിഥുനൻ രാശിക്കാർക്ക് ശനി നിൽക്കുന്നത് 10-ാം ഭാവത്തിലേക്കാണ് ചാരവശാൽ ഇപ്പോൾ വരുന്നത്. ഇത്രയും കാലം ശനി 9-ാം ഭാവത്തിലായിരുന്നു. ഇനി ശനി 10-ാം ഭാവത്തിലേക്ക് വരുന്നു. ഈ 10-ാം ഭാവം കണ്ടകഭാവമാകുന്നു. കണ്ടകം എന്നാൽ കേന്ദ്രഭാവം. ലഗ്നം 4, 7, 10 ഭാവങ്ങളെയാണ് കണ്ടകം അഥവാ കേന്ദ്രഭാവം എന്ന് പറയുന്നത്. അതിനാണ് കണ്ടകശനി എന്നും പറയുന്നത്. അതിനാൽ മിഥുനൻ രാശിക്കാർക്ക് കണ്ടകശനി കാലമാകുന്നു. ആരൊക്കെയാണ് മിഥുനൻ രാശിക്കാർ? മകേരി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു മിഥുനൻ രാശി. ഈ മിഥുനൻ രാശിക്കാർക്ക് ശനി നിൽക്കുന്നത് 10-ാം ഭാവത്തിലാണ്. അത്ര ശുഭമല്ല. കണ്ടകൻ കാട് കയറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. മിഥുനൻ രാശിക്കാർക്ക് ശനി 2 ഭാവങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹമാണ്. ഒന്ന് അഷ്ടമാധിപത്യമാണ്, 8-ാം ഭാവാധിപത്യമാണ്. മറ്റൊന്ന് ഭാഗ്യാധിപത്യവുമാണ്. 8-9 ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാണ് മിഥുനൻ രാശിക്കാർക്ക്. ശനി പോയി നിൽക്കുന്നത് കർമ്മസ്ഥാനത്ത് കണ്ടകശനി എന്ന പേരോടുകൂടി. അതിനാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അഷ്ടമ ഭാവം എന്നാൽ ജ്യോതിഷത്തിൽ നല്ല ഭാവമല്ല. സർവപ്രണാശോ വിപദോപവാദോ ഹേതുപ്രദേശോ മരണസ്യ ദാസാഹ മഠാധികം വേശ്മ ഗതാശ്ച വിഘ്നാഹ വിചിന്തനീയ പുനരഷ്ടമേന. എല്ലാ നാശങ്ങളുടെയും ഭാവമാകുന്നു അഷ്ടമഭാവം. തൻ്റെ വിപത്തുക്കൾ, അപവാദങ്ങൾ, മരണം, മരണത്തിൻ്റെ ദേശങ്ങൾ, മഠങ്ങൾ, അനാഥാലയം, മന്ദിരം, ക്ഷേത്രം, ട്രസ്റ്റ്, ഇതൊക്കെ ചിന്തിക്കണം. അതിനാൽ ശനിയുടെ ഈ കണ്ടകശനി 10-ാം ഭാവത്തിലേക്കുള്ള മാറ്റം ഏത് രീതിയിൽ ഇവരെ ബാധിക്കും? ഈ കർമ്മമേഖലയിലൊക്കെ തന്നെ തടസ്സമുണ്ടാക്കും. പാപേ കർമ്മഗതേ കർമ്മവിഹതിഹി, 10-ൽ പാപഗ്രഹം വരുമ്പോൾ കർമ്മത്തിന് തടസ്സമുണ്ടാക്കും. ദുഷ്കീർത്തിഹി, തനിക്ക് പേരിന് ദോഷമുണ്ടാക്കും. ആജ്ഞാക്ഷതി, താൻ ആജ്ഞ കമാൻഡ് ചെയ്യുമ്പോൾ അതിന് നാശമുണ്ടാക്കും. തൻ്റെ ആജ്ഞ അനുസരിക്കേണ്ടവർ തൻ്റെ ആജ്ഞ അനുസരിക്കാതിരിക്കും. അവർ അതുമൂലം നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാക്കും. ദാസാലംബന്യോർ വിനാശനമപി, ദാസന്മാർ, തൻ്റെ ഭൃത്യജനങ്ങൾ, തന്നെ ആശ്രയിക്കുന്നവർക്കൊക്കെ നാശമുണ്ടാകും. അതിനാൽ വലിയ വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നവർ ശ്രദ്ധിക്കണം. തൊഴിലാളികളെ കൊണ്ട് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതിനാൽ കാലാവസ്ഥ മാറുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൊക്കെ ചൂട് കൂടുമ്പോൾ എന്ത് ചെയ്യും? തൊഴിലാളികളെ
3 മണിക്കൂറൊക്കെ തൊഴിൽ ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വർദ്ധിച്ച പെനാൽറ്റി, പിഴ ഇവർക്ക് ചുമത്തുന്നതാണ്. നമ്മുടെ ഭാരതത്തിൽ ഇപ്പോഴുണ്ട്. ചൂട് അങ്ങേയറ്റമാണ്, അസഹ്യമാണ് ചൂട്. അപ്പോഴെന്ത് ചെയ്യും? തൊഴിലാളികൾക്ക് വിശ്രമം കൊടുക്കും. വിശ്രമം കൊടുക്കാത്ത കമ്പനികളെ കരിമ്പട്ടികയിൽപ്പെടുത്തുമൊക്കെ വിദേശത്ത്. ഇവിടെയും അപ്രകാരമൊക്കെ നിയമങ്ങൾ കർശനമാണ്. തൊഴിലാളികളെ നാം ചതിക്കാൻ പാടില്ല, വഞ്ചിക്കാൻ പാടില്ല. അവരുടെ ഊർജ്ജം നമുക്ക് ആവശ്യമുണ്ട്. അത് കൺസ്ട്രക്റ്റീവാണ്. അത് ഡിസ്ട്രക്റ്റീവായൊരു ലൈനിലേക്ക് നയിക്കാതെ നോക്കപ്പെടണം. അല്ലെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് ശാപമുണ്ടാക്കാൻ പാടില്ല. അവരുടെ വേർപ്പിന് വിലയുണ്ട്. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക. തൊഴിലാളികളുടെ ആരോഗ്യവശം ശ്രദ്ധിക്കണം. അവർ പെട്ടെന്ന് ഫെയിൻറ്റ് വാടി വീഴും ഈ ചൂടുകാലത്ത്. കാരണം സൂര്യതാപം അത്ര ഘോരമാണ്. സൂര്യതാപത്തിൽ പലരും മരിക്കുന്നത് നാം കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തനിക്ക് ദോഷമായി ബാധിക്കും. ജാനുരുക് പ്രോഷണം തനിക്ക് വളരെയധികം ശ്രദ്ധിക്കണം. തൻ്റെ തുടകൾക്ക്, കാൽമുട്ടുകൾക്ക് ബലക്കുറവ് വരും. ശനി വാതരോഗത്തിൻ്റെ ഗ്രഹമാണ്. അതിനാൽ വെള്ളത്തിൽ തന്നെ വീഴുക, പാദങ്ങൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാവുക, കർമ്മമേഖലയിൽ സഞ്ചാരം ഉണ്ടാകാം. വളരെയധികം പ്രീ പ്ലാൻഡായി നീങ്ങിയാൽ മിഥുനൻ രാശിക്കാർക്ക് വലിയ ദോഷമുണ്ടാവില്ല. ഇത് 9ാം ഭാവാധിപൻ കൂടിയാണ്. അതിനാൽ 9ാം ഭാവാധിപത്യം എന്തെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഭാഗ്യവും ധർമ്മവും ദയയും പുണ്യവും ഉപാസനയും പിതാവും ഗുരുവുമൊക്കെയാകുന്നു. അതിനാൽ കർമ്മമേഖല എപ്പോഴും നന്നായി നീങ്ങുക. മേൽപ്പറഞ്ഞ ഉപാസന, പ്രാർത്ഥന ഇതൊക്കെ നന്നായി ചെയ്യുക. കണ്ടകശനിയാണ്, 2.5 വർഷമാണ്. അതിനാൽ ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥന ഒരു പരിധിവരെ വലിയൊരു മെഡിസിനായി മാറും. അന്നദാനം ചെയ്യുക തൻ്റെ കൈകൾ കൊണ്ട്. എല്ലാ ശനിയാഴ്ചയും മാസത്തിൽ ഒരു ശനിയാഴ്ചയെങ്കിലും പാവപ്പെട്ടവർക്ക് അന്നദാനം ചെയ്യുക. ഈ അന്നദാനം തനിക്ക് വളരെയധികം ഗുണകരമാകും. കാരണം ശനി ഇഷ്ടപ്പെട്ടാൽ ശനി ദശയിൽ ഏറ്റവും അധികം അന്നദാനം ചെയ്ത് ശനീശ്വരൻ്റെ പ്രീതി നാം വാങ്ങേണ്ടതുണ്ട്. അതിനാൽ വളരെ നന്നായി ശനിപ്രീതി ചെയ്ത് അനുകൂലമാക്കി എടുക്കുക ഈ ശനീശ്വരൻ്റെ പ്രാർത്ഥനകളെല്ലാം തന്നെ. ഡ്രൈവിംഗ് വളരെ ശ്രദ്ധിക്കണം. വാഹനാപകടം ഉണ്ടാകാതെ നോക്കുക. വാഹനത്തിലൊക്കെ ഇപ്പോൾ ധാരാളം പിരമിഡ്സൊക്കെ കിട്ടുന്നുണ്ട്. വാഹനത്തിൻ്റെ എനർജി നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവ് ഓറ തരുന്ന പിരമിഡ്സൊക്കെ ധാരാളം വാഹനങ്ങളിലൊക്കെ ഉണ്ട്. ഇന്ത്യയിലെ വലിയ വലിയ വാസ്തു പണ്ഡിതകൾ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. സമയദോഷത്തെ അപ്രകാരം മാറ്റുക. ഓം ശം ശനീശ്വരായ നമഃ, ഓം ഹം ഹനുമതേ നമഃ. മേൽപ്പറഞ്ഞ പ്രാർത്ഥനകളെല്ലാം തന്നെ വളരെയധികം ഗുണകരമാവും. എല്ലാ ശനിയാഴ്ചകളും വീട്ടിൽ വെച്ച് 2 തിരി വിളക്ക് കത്തിക്കുക. കാലത്ത് 6 മണി മുതൽ 7 മണി വരെ ഈ പ്രാർത്ഥനകളൊക്കെ ചെയ്യുക. അപ്പോൾ തന്നെ വീട്ടിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ മാറി നമുക്ക് നല്ലൊരു സ്വസ്ഥത പ്രദാനം ചെയ്യുന്നതാണ്. ഈ 10ാം ഭാവത്തിൽ അഷ്ടമാധിപനായ 8ാം ഭാവാധിപൻ ശനി നിന്നുകൊണ്ട് നോക്കുന്നത് 4ാം ഭാവത്തിലേക്കാണ്. 4ാം ഭാവത്തിലേക്ക് നോക്കുമ്പോൾ വളരെയധികം അസ്വസ്ഥത തന്നെ കുടുംബത്തിലുണ്ടാകും. അമ്മാമന്മാർ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടുന്നവർക്കൊക്കെ രോഗാദി അരിഷ്ടതകൾ വരാം. അന്യരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, അവരുടെ കുടുംബ വിഷയങ്ങളിലേക്ക് അധികം വ്യാപരിച്ചാൽ അനാവശ്യമായി നാം തെറ്റിദ്ധരിക്കപ്പെടും. അതിനാൽ തൻ്റെ സ്വന്തം കാര്യങ്ങൾ നോക്കി മാത്രം മുന്നോട്ട് നീങ്ങുക. അതിൻ്റെ കാര്യത്തിൽ വളരെയധികം ഉദാരമനസ്കത അല്ലെങ്കിൽ താല്പര്യം പ്രകടിപ്പിച്ചാൽ അവർക്കതത്ര ഇഷ്ടപ്പെടണമെന്നില്ല. അതിനാൽ സൗഹൃദങ്ങളെ കാത്തു സൂക്ഷിക്കുക. ഈ ശനി എല്ലാവിധ നന്മകളും മിഥുനം രാശിക്കാർക്ക് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 2.5 വർഷക്കാലം സുഖകരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.